നമസ്കാരം. കോഴിക്കോട് ബീച്ചിലെ ഒരു കലാപരിപാടി കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നുകയാണ്. ഏകദൈവം ഉണ്ട് എന്നും ആ ദൈവത്തിൻ്റെ പേര് അള്ളാഹു ആണെന്നും പറഞ്ഞു വരുത്തുവാനുള്ള പരിശ്രമം, വളഞ്ഞു മൂക്ക് പിടിക്കുക എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അതായത് എൻ്റെ മതം ശ്രേഷ്ഠമാണ്, നിൻ്റെ എല്ലാം മതം അത്ര അങ്ങോട്ട് പോരാ, ആ മതങ്ങളിലെല്ലാം തെറ്റുകൾ പരിഹരിച്ചുകൊണ്ട് 1500 കൊല്ലം മുമ്പ് ഞങ്ങളുടെ മതം സമ്പൂർണ്ണമാക്കപ്പെട്ട മതമാണെന്ന് ഹിന്ദുക്കളെ ബോധിപ്പിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ബോധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു വൃഥാ പരിശ്രമം. അതുപോലെ ആധുനിക വസ്ത്രം ധരിക്കുന്ന മുസ്ലിം സ്ത്രീക്ക് പെൺകുട്ടികളോട് പാൻറ് ധരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നത്, ടീഷർട്ട് ധരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നവൻ ടീഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. അതായത് പുരുഷന്മാർക്ക് എന്തു ആവാം, സ്ത്രീകൾ ഈ വസ്ത്രവും ധരിക്കാൻ പാടില്ല, ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന വസ്ത്രമായ കറുത്ത പർദ്ദ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ, കണ്ണ് മാത്രമേ പുറത്ത് കാണാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകൾ വലിയ സാഹിത്യകാരന്മാരായിട്ട് ശാസ്ത്രത്തെ എല്ലാം കൂട്ടുപിടിച്ചുള്ള ചോദ്യങ്ങൾ. നോക്കൂ, എന്താണ് മതം? മതം എന്ന വാക്കിൻ്റെ അർത്ഥം അഭിപ്രായം എന്നാണ്. എന്താണ് ദൈവം? ദ്യോതനാഥ ദൈവ, പ്രകാശിപ്പിക്കുന്നതെന്തോ അതാകുന്നു ദൈവം. എന്നാൽ അകലങ്ങളിൽ എവിടെയോ ഒരു സ്വർണ്ണക്കസേരയിൽ ഇരുന്നു കൊണ്ട് പട്ടിയെയും പൂച്ചയെയും എന്നെയും നിങ്ങളെയും ഉണ്ടാക്കുന്ന ആ ദൈവത്തിന് ഇസ്ലാം പറയുന്ന പേരാണ് അള്ളാഹു. അതിനപ്പുറം ഒരു ശക്തിയുണ്ട് എന്ന് ഇസ്ലാം വിശ്വസിക്കുന്നില്ല. പരമമായ ശക്തിയാണ് ദൈവം അള്ളാഹു. ഇതെല്ലാ മതങ്ങളിലുണ്ട്. നമുക്കും ഈശ്വരനുണ്ട്. യഹോവ എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കും. എല്ലാവർക്കും അവരുടേതായ ദൈവങ്ങളുണ്ട്. അത് പരമമായ ശക്തിയായിട്ട് എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷെ ദൈവമുണ്ട് എന്നത് അന്ധവിശ്വാസമാണ്, ദൈവമില്ല എന്നതും അന്ധവിശ്വാസമാണ്. കാരണം രണ്ടുപേരുടെയും കയ്യിൽ തെളിവില്ല. ദൈവമുണ്ടെന്ന് പറയുന്നവൻ്റെ കയ്യിലും ദൈവത്തെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട തെളിവില്ല. ദൈവമില്ല എന്ന് പറയുന്നവൻ്റെ കയ്യിലും ഈ തെളിവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും ഒരുപോലെ വിശ്വസിക്കുവാനും ജീവിക്കുവാനും ഇവിടെ സ്വാതന്ത്ര്യം വേണം. അതായത് ദൈവമുണ്ടെന്ന് പറയുവാനും ദൈവമില്ല എന്ന് പറയുവാനും സ്വാതന്ത്ര്യം വേണം. അതിൻ്റെ പേരാണ് ധർമ്മം. ഹിന്ദു മതമല്ല ധർമ്മമാകുന്നത് അതുകൊണ്ടാണ്. ഈശ്വര വിശ്വാസിയായ വാൽമീകിയെ ഹിന്ദുക്കൾ വിളിക്കുന്നത് വാൽമീകി മഹർഷി എന്നാണ്. നിരീശ്വരവാദിയായ ചാർവാകനെയും വിളിക്കുന്നത് മഹർഷി എന്നാണ്. ദൈവമുണ്ടെന്ന് പറഞ്ഞ ആളും ദൈവമില്ല എന്ന് പറഞ്ഞ ആളെയും ഒരുപോലെ അംഗീകരിക്കുവാൻ നമുക്ക് കഴിയുന്നു. കാരണം രണ്ടും വിശ്വാസമാണ് എന്നതാണ് കാരണം. ഇവിടെ കോഴിക്കോട് ബീച്ചിൽ വൈകുന്നേരമാകുമ്പോൾ ധാരാളം ആളുകൾ വരും. പെൺകുട്ടികളും ആൺകുട്ടികളും വരും. അവരെല്ലാം പല സ്ഥലങ്ങളിൽ ഇരുന്ന് കടൽ കണ്ട് ആസ്വദിച്ച് പോകുമ്പോൾ അതിനിടയിലേക്ക് മതം തിരികെ കയറ്റുവാനുള്ള ഒരു വധാ പരിശ്രമമാണ് നടക്കുന്നത്. പക്ഷെ ഇവരറിയുന്നില്ല ഇതിൻ്റെ ഈ ഫൗള് അല്ലെങ്കിൽ വിഡ്ഢിത്തം എന്താണെന്ന് അറിയുന്നില്ല. തൻ്റെ മതത്തെ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്നു. ഇസ്ലാം മതവും ശാസ്ത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഒരു മതവും ശാസ്ത്രവുമായിട്ട് ബന്ധവും കാര്യമായിട്ടില്ല. കാരണം ധർമ്മത്തിനൊരു വ്യാഖ്യാനം ഹിന്ദുവിലുണ്ട്. ജഗതഃ സ്ഥിതി കാരണം, ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് കാരണമാകുന്ന മൂല്യങ്ങളുടെ ആകെത്തുകയുടെ പേരാണ് ധർമ്മം. പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിസ്രേസ ഏതഹു യഹ സഹ ധർമ്മ. മനുഷ്യന്റെ സാക്ഷാത് ശരിയായ അഭ്യുദയവും നിശ്രേയസവും ഭൗതികവും ആധ്യാത്മികവുമായ പുരോഗതി ഉണ്ടാകുന്നത് എന്തോ അതാകുന്നു ധർമ്മം. അപ്പൊ നമുക്ക് ബാഹ്യമായിട്ടുള്ള നല്ല വീടുകളും നല്ല കാറും ബാങ്ക് ബാലൻസും സമ്പത്തും എല്ലാം നമുക്കുണ്ടാവണം. ഒപ്പം ആധ്യാത്മികമായ പുരോഗതി, ഉള്ളിന്റെ പുരോഗതി ഉണ്ടാവണം. അതായത് സഹജീവികളോടുള്ള സ്നേഹം ഉണ്ടാവണം, കാരുണ്യം, ആർദ്രത, സ്നേഹം, ദയ, സഹതാപം, ഇത്തരം മൂല്യങ്ങൾ നമ്മുടെ ഉള്ളിലാണ്. ഭൗതിക സമ്പത്ത് പുറത്തും മൂല്യങ്ങൾ ഉള്ളിലുമാണ്. അപ്പൊ ആധ്യാത്മികതയും ഭൗതികതയും ഒരുപോലെ ഒരു മനുഷ്യന് ആവശ്യമുണ്ട് എന്നറിയണം. അപ്പൊ ആധ്യാത്മികതയ്ക്കുള്ളതാണ് ശാസ്ത്രം ഒരു പരിധിവരെ. ആധ്യാത്മികതയ്ക്കുള്ളതാണ് ഇന്ന് കാണുന്ന ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ. അതായത് വൈദിക പഠനങ്ങൾ, മതപഠനങ്ങൾ, ഖുറാനും ബൈബിളും എല്ലാം നമുക്ക് അതിന്റെ ഭാഗമായിട്ട് കണക്കാക്കാം. എന്നാൽ ഭൗതിക പുരോഗതിക്ക് ശാസ്ത്രത്തെ പരമാവധി ഉപയോഗിക്കണം. ഇപ്പൊ നിങ്ങളും ഞാനും ശാസ്ത്രത്തിന്റെ ഭൗതിക പുരോഗതി ഉപയോഗിച്ചിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടിനെയും നമ്മൾ ഒരുപോലെ അംഗീകരിക്കണം. അപ്പൊ ഇവിടെയാണ് ഇസ്ലാം ബീച്ചിൽ ചെന്നിട്ട് അറിവില്ലാത്ത ഹിന്ദുക്കളോടും അറിവില്ലാത്ത ഹിന്ദുക്കളുണ്ട്. അതായത് മതത്തെക്കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാത്ത ആളുകൾ ഇപ്പം ദൈവമുണ്ടോ, പ്രാർത്ഥന എന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഹിന്ദു പെൺകുട്ടികളെ പെട്ടെന്ന് ഇതിലേക്ക് വീഴ്ത്തുവാൻ കഴിയും. കാരണം അവർക്ക് മതബോധമില്ല, മതം നിർബന്ധവുമല്ല. കാരണം ഒരു ഇസ്ലാമിന് 4 വയസ്സ് മുതൽ മതം നിർബന്ധമാണ്. അപ്പം മതം പഠിച്ച് വളരുന്ന ഒരു ഇസ്ലാമിന് 15 വയസ്സിനുള്ളിൽ അവൻ്റെ മതത്തെക്കുറിച്ചുള്ള ഏവറേജ് നോളജ് കിട്ടും. ക്രിസ്ത്യൻ കുട്ടിക്ക് മതം നിർബന്ധമാണ്. എന്നാൽ ഹിന്ദു പെൺകുട്ടികൾക്കോ ഹിന്ദു ആൺകുട്ടികൾക്കോ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ഇത് നിർബന്ധമല്ല. അതുകൊണ്ട് തന്നെ മതബോധത്തിന്റെ അഭാവവും വളരെ കുറവാണ് ഹിന്ദു സമൂഹത്തിൽ. ഇപ്പോൾ പെന്തക്കോസ്റ്റ് പാദ്രികൾ ഏതെങ്കിലും മുസ്ലിം വീട്ടിൽ കയറാറുണ്ടോ? ഇല്ല. ഏതെങ്കിലും കത്തോലിക്കന്റെ വീട്ടിൽ കയറാറുണ്ടോ? ഇല്ല. അവൻ കയറുന്ന ഏത് വീട്ടിലാണ്? ഹിന്ദുക്കളുടെ വീട്ടിലാണ്. അത് എല്ലാ സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കളുടെ വീട്ടിൽ കയറും. പ്രത്യേകിച്ച് നമ്മുടെ ചില കോളനികളെ കേന്ദ്രീകരിച്ച് കയറും. അപ്പൊ എവിടെയാണോ മതബോധമില്ലാത്തത് അവിടെ പെന്തക്കോസ്റ്റുകൾ കയറും, അവിടെ ലവ് ജിഹാദ് നടത്തപ്പെടും, അവിടെ അഖില ഹാദിയമാരായി മാറും. എവിടെയാണോ മതബോധമുള്ളത് അവിടെ ഇവരാരും കയറില്ല.
അപ്പൊ പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം മതം മാറ്റത്തിന് കാരണം മതബോധത്തിന്റെ അഭാവമാണ്. അപ്പം ബീച്ചിൽ ചെല്ലുന്ന ഹിന്ദു പെൺകുട്ടികൾക്ക് പലർക്കും എന്താണ് ദൈവമെന്നോ സങ്കല്പമെന്നോ 33 കോടി ദൈവങ്ങൾ എന്താണെന്നോ വിഗ്രഹാരാധന എന്താണെന്നോ ക്ഷേത്രം എന്താണെന്നോ ഇതൊന്നും അറിയില്ല. അവർ വിശ്വാസികളായിരിക്കാം, പക്ഷെ ഒന്നും അറിയില്ല. അപ്പൊ അറിയാത്ത ആളുകളോട് ദൈവത്തിന് രൂപമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് രൂപമില്ലേ എന്ന് നമുക്ക് തിരിച്ചു ചോദിക്കാം. അതായത് അള്ളാഹുവിന് രൂപമില്ല എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവിന് രൂപമുണ്ട്. മഹാവിഷ്ണു എന്ന് പറയുന്ന രൂപം 4 കൈകളോട് കൂടിയ വിഷ്ണുവാണ് ദൈവമെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുമ്പോൾ അതല്ല എന്ന് പറയുവാൻ ഇസ്ലാമിന്റെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. അള്ളാഹുവിനെ അവർ കണ്ടിട്ടില്ല, വിഷ്ണുവിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ രണ്ടും വിശ്വാസമാണ്. അപ്പൊ എന്റെ വിശ്വാസമാണ് ആത്യന്തികമായ ശരി. ദൈവത്തിന് രൂപമില്ല. ദൈവത്തിന് രൂപമില്ലെന്ന് ആര് പറഞ്ഞു? രൂപമില്ലാത്ത ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കുക? ഇനി ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ആരാധിച്ചാൽ എന്താണ് ഗുണം? ഈ സ്വർഗം എന്നൊക്കെയുള്ള സങ്കല്പങ്ങളാണ്. അത് ഹിന്ദുവിലും ഇസ്ലാമിലും ക്രിസ്ത്യാനിയിലും ജൂതനിലും പാഴ്സിയിലും എല്ലാം ഈ സ്വർഗസങ്കല്പമുണ്ട്. മരിച്ചതിന് ശേഷം ഒരു പരലോകം, അവിടെ 72 ഹൂറിമാരുണ്ട്, നമ്മളെ കാത്ത് ഒരു ആപ്പിൾ പറിച്ചാൽ ഉടനടി മറ്റേ ആപ്പിൾ വരും, അവിടെ 150 കിലോമീറ്ററുള്ള റൂമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കാറുണ്ട്. ഈ സങ്കല്പം ഹിന്ദുവിലുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ സ്വർഗത്തിൽ ഒരു പരിമിതിയുണ്ട്. പുരുഷനെ രമിപ്പിക്കുവാനുള്ള ഹൂറിമാർ മാത്രമേ അവിടെയുള്ളൂ. ഹിന്ദുവിന്റെ സ്വർഗത്തിൽ ഗന്ധർവനും അപ്സരസും ഉണ്ട്. ഇത് രണ്ടും ഉണ്ട്. പുരുഷനെ രമിപ്പിക്കുവാൻ അപ്സരസുകളും സ്ത്രീയെ രമിപ്പിക്കുവാൻ ഗന്ധർവന്മാരുണ്ട്. ഇത് പരസ്പര പൂരകങ്ങളാണ്. അവിടെ സ്വർഗത്തിലെത്തപ്പെടുന്ന സ്ത്രീയുടെ അവസ്ഥ അവിടെയും കഷ്ടം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ വൃഥാസങ്കല്പങ്ങൾ, ഇതിലൊക്കെ യാതൊരു തരത്തിലുള്ള തെളിവുമില്ലാത്ത പൊട്ടിത്തെറിച്ച് ഞാൻ സ്വർഗത്തിലെത്തിയാൽ അവിടെ എന്നെയും കാത്ത് ഹൂറിമാരിയിരിക്കുന്നു എന്ന വിശ്വാസമൊക്കെ ലോകത്തിൽ ഓരോ ദിവസം എത്ര മനുഷ്യനെയാ കൊന്നുകളയുന്നത്. ഇവർ പറയുന്നു മതത്തിൽ യാതൊരു കുഴപ്പമില്ല, ഈ മതത്തെ മനസ്സിലാക്കാത്ത ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ജൂതനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കോമൺ ആയിട്ട് അങ്ങ് പറയുകയാണ്. അതായത് ഞങ്ങളുടെ മതത്തിന്റെ കുഴപ്പമൊന്നുമില്ല. അതായത് ഈ കുഴപ്പം മുഴുവൻ മതത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. മതത്തിലാണ് കുഴപ്പം. ഈ കുഴപ്പം മൊത്തം കിടക്കുന്ന മതത്തിലാണ്. അവിടെ കമ്പയർ ചെയ്യേണ്ടത് ഇസ്ലാമും, അതായത് ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും ഒരു മേശപ്പുറത്ത് വെച്ച് ആധികാരികമായ പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ടാണ് ചർച്ച നടത്തേണ്ടത്. എന്നിട്ട് മതത്തിൽ എന്താണ് കുഴപ്പം എന്ന് പരിശോധിച്ച് അത് തിരുത്തണം. ഹിന്ദുക്കൾ അതിന് തയ്യാറാണ്. ഹിന്ദുവിന്റെ അടിസ്ഥാന പ്രമാണമായ വേദത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വേദം തന്നെ ഞങ്ങൾ തിരസ്കരിക്കുവാൻ തയ്യാറാണ്. കാരണം 1000 കൊല്ലം മുമ്പോ 10,000 കൊല്ലം മുമ്പോ ഉണ്ടാക്കപ്പെട്ട ഒരു മതഗ്രന്ഥത്തിലെ കാര്യം മനുഷ്യ സാഹോദര്യത്തിന് എതിരായി നിൽക്കുന്നു എങ്കിൽ ആ മതം കൊണ്ട് എന്താ പ്രയോജനമുള്ളത്? ഇസ്ലാമിൽ ആയിരക്കണക്കിന് മനുഷ്യ ബന്ധത്തിനെതിരായി നിൽക്കുന്ന നിയമങ്ങൾ നമുക്ക് കാണിക്കാം. സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം കിട്ടും, വിഗ്രഹാരാധന നരകം കിട്ടും, ഹറാമായ ഭക്ഷണം പന്നിമാംസം ഭക്ഷിക്കുന്നതിന് നരകം കിട്ടും എന്നൊക്കെ പറയുന്ന ധാരാളം ഭാഗങ്ങൾ നമുക്ക് ഖുറാനിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പോൾ ആരിഫ് ഹുസൈനെ പോലെയുള്ള മതവിമർശകന്മാരെയും ചിദാനന്ദപുരി സ്വാമികളെ പോലെയുള്ള ഹിന്ദു ധാർമ്മിക പണ്ഡിതന്മാരെയും അതുപോലെ ഇസ്ലാമിന്റെ ക്രൈസ്തവ പണ്ഡിതന്മാരെ എല്ലാം കൊണ്ടുവന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും വെച്ച് പരിശോധിച്ച് എന്താണ് തിരുത്തേണ്ടത് എന്ന് മനസ്സിലാക്കി തിരുത്തുന്നതാണ് യഥാർത്ഥ സംവാദം. അല്ലാതെ മതമെന്നറിയാത്ത ഈ പറയുന്ന പെൺകുട്ടികൾ കാറ്റുകൊള്ളാൻ ചെല്ലുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് തിരികെ കയറ്റേണ്ട ഒന്നല്ല മതം. ഇസ്ലാം വല്ലാതെ അധപ്പതിച്ചു പോയിരിക്കുകയാണ്. ഇടക്കാലത്ത് ഒരു 15-20 വർഷം മുമ്പ് നമ്മുടെ MM അക്ബറുടെയും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെയും ഒരു സ്നേഹ സംവാദം ഉണ്ടായിരുന്നു. അറിവില്ലാത്ത ഹിന്ദു പണ്ഡിതന്മാരെ എന്ന് പറയുന്ന ആളുകളെ വിളിച്ചു കൊണ്ടുപോയിട്ട് വേദങ്ങളെല്ലാം ഉച്ചരിച്ച് ഇസ്ലാമാണ് ഏറ്റവും നല്ല മതം, ഏകദൈവം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വേദമന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുന്ന തരികിട പരിപാടി ഉണ്ടായിരുന്നു. അത് മഞ്ചേരി സംവാദം 2002 നടന്ന മഞ്ചേരി സംവാദത്തിൽ ചിദാനന്ദപുരി സ്വാമി MM അക്ബറെ തോൽപ്പിച്ച് കൈകൊടുത്തു. ഞാൻ ആ സംവാദം നേരിട്ട് കേട്ട ആളാണ്. അപ്പോൾ ദയനീയമായി തോൽക്കുകയായിരുന്നു MM അക്ബർ. അവിടെ തന്റെ വാദമുഖങ്ങളെല്ലാം തന്നെ 6 മണിക്കൂർ നീണ്ടുന്ന സംവാദത്തിന്റെ കാസറ്റുകൾ ലഭ്യമാണ്. പക്ഷെ അതിന്റെ യാതൊരു കാര്യങ്ങളും ഇവരിറക്കിയിട്ടില്ല, മുജാഹിദ് പ്രസ്ഥാനം ഇറക്കിയിട്ടില്ല. അതായത് എൻ്റെ മതം ശരിയാണ്, എൻ്റെ മതം മാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി നടന്ന സ്നേഹ സംവാദം പൊളിഞ്ഞതിനു ശേഷം ഇപ്പൊ പുതിയ ആധുനിക ടെക്നോളജി ഒക്കെ ആയിട്ട് ഒരുപാട് ചെറുപ്പക്കാർ വന്നിട്ട് ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു, എല്ലാ മതങ്ങളുടെയും പറഞ്ഞു വരുന്നത് ഏതാണ് ആത്യന്തികമായ ശരി എന്നാണ് ചോദ്യം വരുന്നത്. ഏതാണ് ആത്യന്തികമായ ശരി എന്ന ചോദ്യത്തിന്റെ അവസാനം അത് അള്ളാഹുവാണെന്ന് പറഞ്ഞു വെക്കുവാനുള്ള അവരുടെ ആ ത്വര, ആ വൃഥാ വ്യായാമം, അത് അധര വ്യായാമമായിട്ട് അധപ്പതിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്നറിയുക. നന്ദി, നമസ്കാരം.